62 വർഷങ്ങൾക്കു ശേഷം പയ്യന്നൂർ മഠത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. മെയ് 7 മുതൽ 10 വരെ നടക്കുന്ന കളിയാട്ടത്തിന് മുന്നോടിയായി പാലമാടം ഒരുങ്ങി. കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലമാടം ഒരുങ്ങി. 62 വർഷത്തിന് ശേഷമുള്ള കളിയാട്ടം വ്യാഴാഴ്ച ആരംഭിക്കും. അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവും അരങ്ങിലെത്തുന്ന ഈ കളിയാട്ടത്തിന് അലങ്കാര ചമയങ്ങൾ ഏറെയാണ്. ഊർപ്പഴശ്ശി, വേട്ടക്കുരുമകൻ ദൈവങ്ങൾക്കായി സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിമുഖമായാണ് പാലമാടം ഒരുക്കിയത്. ചെങ്കൽ ഉപയോഗിച്ച് തറകെട്ടി അതിനു മുകളിലാണ് 385 കോൽ പാലമരം കൊണ്ട് ദേവന്മാരുടെ താൽക്കാലിക ശ്രീകോവിലായി പാലമാടം നിർമ്മിച്ചത്. തച്ചുശാസ്ത്ര വിദഗ്ധനും ജന്മാശാരിയുമായ പി രാഘവൻ മേലാശാരിയും സംഘവും ചേർന്നാണ് തച്ചുശാസ്ത്ര വിധിയനുസരിച്ച് പാലമാടം നിർമ്മിച്ചത്. കൂടത്തിൽ 20 കഴുക്കോൽ കയറ്റി സമചതുരാകൃതിയിൽ നിർമ്മിക്കുന്ന പാലമാടത്തിന് മുകളിൽ പോർപ്പലക അടിച്ച് സുരക്ഷിതമാക്കും. മഠത്തുംപടി അമ്പലത്തിൻ്റെ ശരിക്കും ജന്മം പറയുന്നത് അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2 വർഷം മുന്നേ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനിത് ഏറ്റെടുത്തിന്. പുതുതായിട്ടില്ല, ഏതാണ്ട് ഒരുപാട് പഠിക്കേണ്ടി വന്നിട്ടുണ്ടായി. ഇതിൻ്റെ പാലമാടം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് കേൾക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ പഴയ തച്ചുശാസ്ത്ര വിധി പ്രകാരം ചെയ്തതാണ്. അതിലൊരു വ്യത്യാസം ഇത് വ്യതിചലിക്കാണ്ടെന്ന് ഞാൻ ചെയ്തിട്ടില്ല. അതായത് കഴുക്കോലും കൂടം സിസ്റ്റത്തിൽ സാധാരണ ഇങ്ങനെ പതിനെല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഞങ്ങൾ 60 കൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ഇമ്പോർട്ടൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. അതിനുപയോഗിച്ച മരം പാലയാണ്. അത് ഏകദേശം ഒരു 355 അടുത്ത് കോലി മരം, ഒറ്റ മരം, വലിയൊരു മരത്തിൽ നിന്ന് തന്നെ കിട്ടിയാണ് മൊത്തം മരം. അതുപോലെ തന്നെ കട്ടിലിങ്ങനെ ലാക്കിയിട്ട് ചെയ്തു. കൂടം വെച്ച് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. കൂടത്തിൽ തന്നെ കഴുക്കോലിട്ട് അങ്ങനെ പഴയ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ പീഠം, ഇതിനകത്തിൻ്റെ പീഠമുണ്ട്. ഈ പാലമാടം കാർഷിക വിളകൾ കൊണ്ട് അലങ്കരിച്ച് സൗന്ദര്യവൽക്കരിക്കും. 7 മുതൽ 10 വരെയാണ് കളിയാട്ടം നടക്കുന്നത്. സദനം നാരായണൻ ചെയർമാനും AV ശശികുമാർ കൺവീനറുമായ ജനകീയ കമ്മിറ്റിയാണ് കളിയാട്ടത്തിന് നേതൃത്വം നൽകുന്നത്. തന്ത്രി അമ്പിളിയില്ലത്ത് ശങ്കരവാദ്യ നമ്പൂതിരി അവരുടെ നേതൃത്വത്തിലുള്ള പൂജയ്ക്ക് ശേഷം കളിയാട്ടം ആരംഭിക്കുന്നതാണ്. വൈകുന്നേരമായിരിക്കും കളിയാട്ടം തുടങ്ങുക. വൈകുന്നേരം വെള്ളാട്ടത്തോടുകൂടി കളിയാട്ടം ആരംഭിക്കും. അതിനുശേഷം എല്ലാ ദിവസങ്ങളും പിന്നെ വേട്ടക്കുരുമൻ്റെ വെള്ളാട്ടവും അതേപോലെ ഉർപ്പശിയുടെ വെള്ളാട്ടവും ഉണ്ടാകുന്നതാണ്. ഇന്ന് 10-ാം തീയതിയാണ് നമ്മളെ അന്നപ്രസാദം. അന്നപ്രസാദത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പാലമാടം നിർമ്മാണത്തിന് തച്ചുശാസ്ത്ര വിദഗ്ധരായ മേനിക്കാട്ട് ബാലകൃഷ്ണൻ, മണിയറ സുരേഷ്, തൃക്കരിപ്പൂർ ബാലകൃഷ്ണൻ എന്നിവരും സഹായികളായി ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.